ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു ആപ്സിൻ്റെ iOS ആപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ 6ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഗാലറി സ്ക്രീനിൽ എങ്ങനെ ഈ ഹൊറിസോണ്ടൽ വ്യൂ സെറ്റ് ചെയ്യാമെന്ന് നോക്കി. ഇനി നമ്മൾക്ക് ഈ ഗാലറി വ്യൂ എങ്ങനെ സെറ്റ് ചെയ്യാം, അതായത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഈ ഗ്രിഡ് വ്യൂ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗാലറി വ്യൂ .swift എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഹൊറിസോണ്ടലി ഈ ലേഔട്ടും സെറ്റ് ചെയ്തു, അതിൻ്റെ സെലക്ഷനും സെറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് താഴത്തേക്കുള്ള ഗ്രിഡ് വ്യൂ വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റിലാക്കി ഇതിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കാണാം. അപ്പോൾ ആദ്യമായി നമുക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ സ്റ്റാക്ക് ഉണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ സ്റ്റാക്കിൽ ഞാൻ ഒരു പാഡിങ് ആഡ് ചെയ്യുകയാണ്. ഒരു വെർട്ടിക്കൽ പാഡിങ് 10 കൊടുത്തു. ഇനി നമ്മൾക്ക് പ്ലെയേഴ്സിൻ്റെ ഈ ഹൊറിസോണ്ടൽ വ്യൂവിൻ്റെ താഴെ ഒരു ഗ്രിഡ് വ്യൂ വേണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ കോഡ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കമൻറ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ സ്ക്രോൾ വ്യൂ തൊട്ട് സ്ക്രോൾ വ്യൂ എൻഡ് ചെയ്യുന്നവരെ ഇത്രയും പോർഷൻ ഞാൻ ടൈറ്റിൽ വ്യൂ എന്ന് കൊടുക്കുന്നു. ടൈറ്റിൽ വ്യൂ. എന്നിട്ട് ഇതിൻ്റെ താഴെ ഞാൻ ഗ്രിഡ് വ്യൂ സെറ്റ് ചെയ്യുന്നു. ഗ്രിഡ് വ്യൂ. ഓക്കെ, നമ്മൾക്കിനി ഇവിടെ ഗ്രിഡ് വ്യൂ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായി ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. var ഗ്രിഡ് ലേഔട്ട്. അതിൻ്റെ ടൈപ്പ് വരുന്നത് ഗ്രിഡ് ഐറ്റം എന്നാണ്. ഗ്രിഡ് ഐറ്റം. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ഗ്രിഡ് ഐറ്റം ഇനിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിനായി ഗ്രിഡ് ഐറ്റം ഇനിറ്റ്. എന്നിട്ട് ഇത് ഫ്ലെക്സിബിൾ എന്നൊരു കീ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഫ്ലെക്സിബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്രിഡിലേക്ക് ഒരു ഐറ്റം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്രിഡ് വ്യൂ സെറ്റ് ചെയ്യണം. അതിനായി ഞാൻ ഒരു വെർട്ടിക്കൽ ഗ്രിഡ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ലേസി വി ഗ്രിഡ്. ഗ്രിഡിൽ നമുക്ക് ഇത്ര ഐറ്റംസ് സെറ്റ് ചെയ്യണം: കോളംസ്, അലൈൻമെൻറ്റ്, അതുപോലെ തന്നെ സ്പേസിങ്, പിന്നെ പിൻഡ് വ്യൂസ്, കണ്ടൻസ്. ഇത്രയും സംഭവങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കോളംസ് എന്നുള്ളിടത്ത് നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ആ വേരിയബിൾ കൊടുക്കുകയാണ്, ഗ്രിഡ് ലേഔട്ട്. ദെൻ അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കുന്നു. സെൻറ്റർ. സ്പേസിങ് ഒരു 10 കൊടുക്കുന്നു. നമ്മൾക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല, അത് ഞാൻ കളയുന്നു. ഓക്കെ, എന്നിട്ട് കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നു. ലേസി ഗ്രിഡ്. ഓക്കെ, ദെൻ നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ പ്ലെയറിനെ സെലക്റ്റഡ് പ്ലെയർ എന്ന ഈ വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്ലെയറിൻ്റെ അകത്തും ഒരു ഗാലറി എന്നൊരു അറേ ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾക്ക് ഈ ഗ്രിഡിലേക്ക് ഇമേജസ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആ ഗാലറിയെ ഒന്ന് ലൂപ്പ് ചെയ്യാൻ പോവുകയാണ്. സെലക്റ്റഡ് പ്ലെയർ ഡോട്ട് ഗാലറി. എന്നിട്ട് ഞാൻ ഒരു ID കൊടുക്കുകയാണ്. ID ഡോട്ട് സെൽഫ്. ഈ IDയുടെ കേസ് നമ്മൾ ഓൾറെഡി പഴയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിന് ഒരു പേര് കൊടുക്കുന്നു, ഗാലറി ഇമേജ്. ഇനി ഞാൻ ഈ ഗാലറി ഇമേജിനെ ഒരു ഇമേജ് വ്യൂയിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. അതിനായി ഇമേജ്, ഗാലറി ഇമേജ്. എന്നിട്ട് ഞാനിതിന് സൈസ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ റീസൈസബിൾ കൊടുത്തു. സ്കെയിൽ ടു ഫിറ്റ് കൊടുത്തു. ദെൻ ഒരു കോർണർ റേഡിയസ് ആഡ് ചെയ്യുകയാണ്.
ഒരു 8 കൊടുക്കും. കണ്ടോ, ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന പ്ലെയറിൻ്റെ ഇമേജ് ഇവിടെ നമുക്ക് താഴെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി നമ്മൾക്ക് നമ്മളുടെ ഈ ഗ്രിഡിന് ലെഫ്റ്റിലും റൈറ്റിലും ഒരു പാഡിങ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായി ഞാൻ ഗ്രിഡിലേക്ക് ഒരു പാഡിങ് ആഡ് ചെയ്യുകയാണ്. പാഡിങ് ഹൊറിസോണ്ടൽ 10 കൊടുക്കും. കണ്ടോ, ഇനി നമുക്കിവിടെ റൺ ചെയ്താൽ കാണാം, നമ്മുടെ ഈ ഫസ്റ്റ് പ്ലെയറിനെ സെലക്ട് ചെയ്തപ്പോൾ ആ പ്ലെയറിൻ്റെ ഇമേജസ് താഴെ ലിസ്റ്റ് ചെയ്തു. അതുപോലെ ഓരോ പ്ലെയറിനെ സെലക്ട് ചെയ്യുമ്പോഴും ആ പ്ലെയറിൻ്റെ കറസ്പോണ്ടിങ് ഇമേജസ് നമുക്ക് താഴെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഈ ക്ലിക്കിന് ഒരു ചെറിയൊരു ആനിമേഷൻ കൊടുക്കാം. ആ ഗ്രിഡ് ലോഡായി വരുന്നത്. അപ്പോൾ അതിനായി ഒരു ആനിമേഷന് സെറ്റ് ചെയ്തു. ദെൻ എഗെയിൻ നമ്മൾ റൺ ചെയ്യുകയാണ്. അപ്പോൾ ആ ടൈമിൽ കണ്ടോ, നമുക്കൊരു ചെറിയൊരു ആനിമേഷനോട് കൂടി നമുക്ക് ആ പ്ലേയേഴ്സിനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മളുടെ ഈ കോഡ് ഒന്ന് സിമുലേറ്ററിലും റൺ ചെയ്ത് നോക്കാം. നമ്മൾ ഗാലറി എടുക്കുന്നു. കണ്ടോ, പ്ലെയേഴ്സിനെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഓരോ പ്ലെയറിനെ സെലക്ട് ചെയ്യുമ്പോഴും ആ പ്ലെയറിൻ്റെ ഇമേജ് നമുക്ക് താഴെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിക്കറ്റ് പ്ലേയേഴ്സ് എന്ന ആപ്പിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ലേഔട്ട്. അപ്പോൾ നമ്മുടെ ലേഔട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഈ ട്യൂട്ടോറിയലിലൂടെ ആകെ പഠിച്ചത് പ്ലെയേഴ്സിനെ ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ പ്ലെയറിനെ ടാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ പ്ലെയറിൻ്റെ ഡീറ്റെയിൽ സ്ക്രീനിൽ പോകാം, പിന്നെ അതുപോലെ തന്നെ അവിടെ എങ്ങനെ ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യാം, എങ്ങനെ ഒരു വിക്കിപീഡിയ ലിങ്കിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം, ഇതെല്ലാം പഠിച്ചു. അതുപോലെ തന്നെ ഒരു ഗാലറി എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടലി ഒരു വ്യൂ എങ്ങനെ ലേഔട്ട് സെറ്റ് ചെയ്തിട്ട് എങ്ങനെ അതിൽ സെലക്ഷൻസ് ഹാൻഡിൽ ചെയ്യാം എന്നും പഠിച്ചു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി വീഡിയോയുമായി ഉടനെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.